ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർക്ക് പ്ലേസിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് ഈ മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയൊരു ബോക്സ് എടുത്ത് മാറ്റുന്നത് മുതൽ മെറ്റീരിയൽ ലിഫ്റ്റിംഗ് വരെ ഇതിൽ ഉൾപ്പെടുന്നല്ലേ. പല ആളുകളും ഇതൊരു സാധാരണ ജോലിയായിട്ട് മാത്രമേ കാണത്തുള്ളൂ ഇല്ലേ. പക്ഷേ തെറ്റായ രീതിയിൽ മാനുവൽ ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോൾ ബാക്ക് പെയിന്, പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ ഇഞ്ചുറി, ഫ്രാക്ചർ പോലുള്ള സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി വരെ സംഭവിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അതിലെ പ്രധാനപ്പെട്ട ഹസാർഡ്സ് എന്തൊക്കെയാണ്, പിന്നെ ആളുകൾ ഇതിൽ സാധാരണ ചെയ്യുന്ന മിസ്റ്റേക്കുകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, പിന്നെ ശരിയായിട്ടുള്ള സേഫ് മെത്തേഡ് എന്തൊക്കെയാണ്, പിന്നെ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ. അപ്പോഴെന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണോട് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോഴെന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നേരെ സബ്ജക്റ്റിലേക്ക് പോകും. ആദ്യം നമുക്ക് മാനുവൽ ഹാൻഡ്ലിംഗ് എന്താണെന്ന് നോക്കാം. കുറച്ച് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെറ്റീരിയൽ മൂവ് ചെയ്യാൻ നമ്മുടെ ബോഡി ഉപയോഗിക്കുന്ന എല്ലാ ജോലികളും മാനുവൽ ഹാൻഡ്ലിങ്ങിൽ വരും. മനസ്സിലായോ? നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, ഈ ഫാക്ടറികൾ, പിന്നെ അതുപോലെ തന്നെ വെയർ ഹൗസുകൾ, കൺസ്ട്രക്ഷൻ സൈറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ഓഫീസ്, ഷോപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ വർക്ക് പ്ലേസിലും മാനുവൽ ഹാൻഡ്ലിംഗ് നടക്കുന്നുണ്ട്. സത്യമല്ലേ? അപ്പോൾ ചെറിയൊരു കാർട്ടൺ ബോക്സ് എടുത്ത് മാറ്റുന്നത് മുതൽ ഒരു വലിയ ഹെവി മെറ്റീരിയൽ നമ്മൾ ക്യാരി ചെയ്യുന്നത് വരെ ഇതിൽ ഉൾപ്പെടും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ലോഡ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് ആ ലോഡ് എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. കാരണം എല്ലാ ലോഡും ഒരുപോലെ ആയിരിക്കത്തില്ല. നമ്മൾ ചില ബോക്സുകളൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, ചെറിയ ബോക്സാണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ എടുത്ത് പൊക്കുന്ന സമയത്ത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അല്ലേ. പിന്നെ ചില ലോഡ്സിന് എന്താ പറയുന്നത്, ശരിയായിട്ടുള്ള ഗ്രിപ്പും, പിടിക്കാൻ കറക്റ്റായിട്ടുള്ള ഗ്രിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. പിന്നെ ചില മെറ്റീരിയൽസിന് ഷാർപ്പായിട്ടുള്ള എഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, വലിയ ബൾക്കി ലോഡ് നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ മുന്നിലുള്ള വഴി പോലും നമുക്ക് നേരെ കാണാനായിട്ട് പറ്റത്തില്ല അല്ലേ. പിന്നെന്താ പറയുക, പിന്നെ പല ആളുകളും ഈ ലോഡ്സിൻ്റെ വെയിറ്റും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെ നേരെ പെട്ടെന്ന് എടുത്ത് പൊക്കാനൊക്കെ ശ്രമിക്കും. പിന്നെ അതുപോലെ തന്നെ ഇല്ലാത്ത ബോക്സുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവർ എടുത്ത് മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കും ഇല്ലേ. പിന്നെ ഷാർപ്പ് എഡ്ജുള്ള മെറ്റീരിയൽസ് ഒരു ഗ്ലൗസും PPs ഒന്നും ഉപയോഗിക്കാതെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ശ്രമിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കെയർലെസ് ഹാൻഡ്ലിങ് കാരണം എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് ലോഡ് താഴെ പോകും ഇല്ലേ. പിന്നെ അതുപോലെ തന്നെ കൈമുറിയും, പിന്നെ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഫുട്ട് ഇഞ്ചുറി സംഭവിക്കും. ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോഡ് ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ഈ ലോഡിന് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഷാർപ്പായിട്ടുള്ള എഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലോഡ് വളരെ ഹെവി ആണെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എയ്ഡ് ഉപയോഗിക്കുകയോ ചെയ്യാം. അടുത്തതാണ് ടാസ്ക് ഡിസൈൻ. അതായത് ഈ ടാസ്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഒരേ രീതിയിലുള്ള ലിഫ്റ്റിംഗ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹെവി ലോഡ്സ് എടുത്തുകൊണ്ട് ബോഡി നമ്മൾ നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുക അല്ലേ. പിന്നെ വേറെന്താ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലോഡ് വളരെ ദൂരം നമ്മൾ ക്യാരി ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സാധാരണ ഇത് ഇഞ്ചുറി വരാനുള്ള റിസ്ക് വളരെയധികം കൂട്ടുമല്ലേ. പല വർക്കേഴ്സും സെയിം മൂവ്മെൻറ്റ് മണിക്കൂറുകളോളം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ ചില സ്ഥലങ്ങളിൽ. പിന്നെ ചിലർ ഹെവി ലോഡ് എടുത്ത നിലയിൽ തന്നെ ശരീരം എന്താ പറയുന്നത് തിരിച്ചിട്ട് ഈ ഡയറക്ഷൻ മാറ്റാനൊക്കെ ശ്രമിക്കും ഇല്ലേ. പിന്നെ ചിലർ അൺനെസസറി ആയിട്ട് ലോഡ് കയ്യിൽ വെച്ചുകൊണ്ട് ഒരുപാട് ദൂരം നടക്കുകയൊക്കെ ചെയ്യും ഇല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബാക്ക് പെയിൻ ഉണ്ടാവും, ഷോൾഡർ പെയിൻ ഉണ്ടാവും, മസിൽ സ്ട്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിപ്പീറ്റേറ്റീവ് വർക്ക് കഴിയുന്നത്ര റെഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെവി ലോഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊന്നെങ്കിൽ ട്രോളി, പിന്നെ അതുപോലെ തന്നെ പാലറ്റ് ട്രക്ക് പോലുള്ള മെക്കാനിക്കൽ എയ്ഡ്സ് ഉപയോഗിക്കുന്നത് കൂടുതൽ സേഫായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ
അതായത് നമ്മുടെ വർക്ക് പ്ലേസ് നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ അവിടെ ഈ മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന സംഭവം വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറും അല്ലേ. ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഫ്ലോർ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫ്ലോറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ലെവൽ അല്ലെങ്കിൽ അവിടെ ബാലൻസ് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് ഫ്ലോറിൽ എന്താ പറയുന്നത് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ അങ്ങനെ ലീക്കായി കിടപ്പുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നത് ലോഡ് ക്യാരി ചെയ്യുമ്പോൾ സ്ലിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. പിന്നെ വേറെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റിങ് പ്രോപ്പർ അല്ലെങ്കിൽ മുന്നിലുള്ള റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റത്തില്ല. ഈ പല വർക്കേഴ്സും ഈ ഫ്ലോർ ക്ലീൻ അല്ലെങ്കിലും ലിഫ്റ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഞാൻ പറയുന്നത് സത്യമല്ലേ. പിന്നെ പൂർ ലൈറ്റിംഗ് ഫെസിലിറ്റീസ് ഉള്ള ഏരിയയിൽ പോലും ഹെവി ലോഡ് ക്യാരി ചെയ്യും ചില വർക്കേഴ്സ് അല്ലേ. പിന്നെ വർക്ക് പ്ലേസ് സേഫ് അല്ലെങ്കിലും വളരെ വേഗം ജോലി ചെയ്ത് തീർക്കാനങ്ങ് ശ്രമിക്കും ചില ആൾക്കാർ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ മാനുവൽ ഹാൻഡ്ലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫ്ലോറുകൾ വളരെ ക്ലീൻ ആണോ ഡ്രൈ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കും. മനസ്സിലായോ. പിന്നെ നടക്കാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിങ് നമ്മുടെ വർക്കിംഗ് ഏരിയ ഉള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ വർക്ക് സ്പേസ് സേഫ് അല്ലെങ്കിൽ ആദ്യം അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാവൂ. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റിയെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഫിസിക്കൽ സ്ട്രെങ്തും അല്ലെങ്കിൽ സ്റ്റാമിന ഫിറ്റ്നസ്സും ഒന്നും ഉണ്ടാവണമെന്നില്ല ഇല്ലേ. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ചിലർക്ക് എന്താ പറയുന്നത് ഒരു ടയേർഡ് കണ്ടീഷൻ ആയിരിക്കാം ഇല്ലേ. ചിലർക്ക് പ്രോപ്പറായിട്ട് മാനുവൽ ഹാൻഡ്ലിങ്ങിലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇഞ്ചറി കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. പക്ഷേ പല വർക്കേഴ്സും ഈ ട്രെയിനിങ് ഒന്നുമില്ലാതെ ഹെവി ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബാക്ക് പെയിൻ ഉണ്ടായിട്ടും റെസ്റ്റ് ഒന്നുമില്ലാതെ എന്താ പറയുന്നത് വീട്ടിലെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് റെസ്റ്റ് ഒന്നുമില്ലാതെ ജോലി അവർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ശരീരം ടയേർഡായാലും അവർ വർക്ക് കണ്ടിന്യൂ ചെയ്യും അല്ലേ. അപ്പം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സാധാരണ സംഭവിക്കുന്നത്, ബാക്ക് ഇഞ്ചുറി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മസിൽ സ്ട്രെയിന്, പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ പോലുള്ള സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിലോട്ടൊക്കെ ഇത് പിന്നീട് നയിക്കും. മനസ്സിലായോ. അതുകൊണ്ട് ഈ വർക്കേഴ്സിൻ്റെ ഫിസിക്കൽ കേപ്പബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ജോബ് നൽകേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള മാനുവൽ ഹാൻഡ്ലിങ്ങിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പെയിനും കാര്യങ്ങളൊക്കെ ഈ മാനുവൽ ഹാൻഡ്ലിങ്ങിൻ്റെ ടൈമിൽ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് സൂപ്പർവൈസേഴ്സിനെ ഇൻഫോം ചെയ്യണം. വളരെ ഹെവി ലോഡ് ഒരു സിംഗിൾ പേഴ്സൺ ലിഫ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ടീം ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എയ്ഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തതാണ് ഇമ്പാക്റ്റ് ഓഫ് മാനുവൽ ഹാൻഡ്ലിംഗ്. അതായത് ഈ മാനുവൽ ഹാൻഡ്ലിംഗ് കാരണം വർക്ക് പ്ലേസിൽ പല ടൈപ്പിലുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ സാധാരണയായി സംഭവിക്കാറുണ്ട് അല്ലേ. എന്താ പറയുക, ഈ പ്രത്യേകിച്ച് ലോവർ ബാക്ക് പെയിന്, ഷോൾഡർ ഇഞ്ചുറി, നെക്ക് പെയിന്, നീ ഇഞ്ചുറി, പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ഇഞ്ചുറി എന്നിവയാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ മാനുവൽ ഹാൻഡ്ലിങ് തെറ്റായ രീതിയിൽ തുടർച്ചയായി ചെയ്യുമ്പോൾ മസിൽസ്, ജോയിൻസ്, പിന്നെ അതുപോലെ തന്നെ ലിഗമെൻറ്റ്സ് അല്ലേ എന്നിവയ്ക്കൊക്കെ ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഞ്ചുറീസിനെയാണ് നമ്മൾ മസിലോസ്കെൽറ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ MSD എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പോൾ പല വർക്കേഴ്സും ലോഡ് എടുക്കുമ്പോൾ അവരുടെ ബാക്കും കാര്യങ്ങളൊക്കെ വളരെ വളച്ചിട്ടൊക്കെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ ബാക്ക് പെയിന്, മസിൽ സ്ട്രെയിന്, പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ ഇഞ്ചുറി പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ലിഫ്റ്റിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ലോഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം, നീ ബെൻഡ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ലോഡ് ബോഡിയിൽ ക്ലോസ് ആയിട്ട് പിടിച്ചിരിക്കണം. കൂടാതെ സ്ലോ ആൻഡ് കൺട്രോൾഡ് മൂവ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മാനുവൽ ഹാൻഡ്ലിങ് സേഫായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ രീതിയിലുള്ള റിസ്ക് അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ലോഡിൻ്റെ വെയിറ്റ് എത്രയാണ്, പിന്നെ അതുപോലെ തന്നെ പോകാനുള്ള വഴി സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വർക്ക് സ്പേസിൽ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ, പിന്നെ അതുപോലെ തന്നെ ജോലി ചെയ്യാൻ എത്ര ആളുകൾ നമുക്ക് മാൻ പവർ ആവശ്യമുണ്ട്, പിന്നെ മെക്കാനിക്കൽ എയ്ഡ്സ് ലഭ്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിരിക്കണം.
അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനുവൽ ഹാൻഡ്ലിംഗ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഹസാർഡ്സ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ സേഫ് വർക്കിംഗ് മെത്തേഡ്സ് എന്താണ് ഇതിൻ്റെ, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചുറി പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് എങ്ങനെ ഫോളോ ചെയ്യണം എന്നിവയൊക്കെയാണ് അല്ലേ. ഇപ്പം ഈ പലർക്കും നമുക്ക് ഈ മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ചെറിയ ജോബായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഒരു തെറ്റായ ഒരു ലിഫ്റ്റിംഗ് ടെക്നിക്ക് പോലും ജീവിതകാലം മുഴുവൻ ബാക്ക് പെയിനും പിന്നെ അതുപോലെ തന്നെ സീരിയസ് ഇഞ്ചുറികൾക്കൊക്കെ കാരണമായേക്കാം. അപ്പോൾ മാനുവൽ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു നിമിഷത്തെ കെയർലെസ് ഹാൻഡ്ലിങ് മതി ആക്സിഡൻറ്റ് സംഭവിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ജോബ് വേഗത്തിൽ തീർക്കുന്നതിലും പ്രധാനമാണ് സേഫായി ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നും പറയാനുള്ളതുപോലെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Goodbye.